നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി. കർക്കിടക മാസത്തിൽ സ്ത്രീകൾ 10 പൂ ചൂടാറുണ്ട്. കർക്കിടക മാസത്തിൽ സ്ത്രീകൾ മുക്കൂറ്റി അരച്ച് പ്രസാദം തൊടാറുണ്ട്. ശരിക്ക് നമുക്കറിയാം, പഴയ കാലത്തൊക്കെ നമ്മളിങ്ങനെ ചെവിയുടെ പുറകിലായിട്ട് നമ്മൾ തുളസിപ്പൂ വെക്കാറുണ്ട്. പിന്നീട് അതിപ്പോ പറയുന്നുണ്ട്, ചെവിയുടെ പുറകിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗീരണ ശക്തിയാണ്. ആ തുളസിയുടെ നന്മകളെ, അല്ലെങ്കിൽ തുളസി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രോഗപ്രതിരോധ ശേഷിയുള്ളതാണ്. തുളസി ഏറ്റവും വലിയ ശക്തമായ മരുന്നാണ്. തുളസി ഏറ്റവും ലക്ഷ്മി സാന്നിധ്യമാണ്. അപ്പൊ അത് ആ മുഖത്തേക്ക് ആ ലക്ഷ്മി സാന്നിധ്യം വരാനാണെങ്കിലും ആ രോഗപ്രതിരോധ ശേഷി ശരീരത്തേക്ക് ഈ ആയുർവേദ പ്രകാരം ആഗിരണം ചെയ്യാനാണെങ്കിലും തുളസിക്ക് ശക്തിയുണ്ടെങ്കിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ദശപുഷ്പം എന്ന് പറയുന്ന 10 പൂക്കളുണ്ട്. ദശപുഷ്പം എന്ന് പറഞ്ഞാൽ 10 പൂക്കളാണ്. ആ 10 പൂക്കളുടെ ഓരോ എതള് വീതം എടുത്തിട്ട് നമ്മൾ തിരുവാതിരയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ മുടിയിൽ ചൂടാവെങ്കിൽ അത് കർക്കിടക മാസത്തിലെ ആയുർവേദ നിയമപ്രകാരം ശക്തമായ മരുന്നാണ്. അതിനേക്കാളുപരി പൂർണ്ണമായ ലക്ഷ്മി സാന്നിധ്യം ആ കുടുംബിനിയിൽ വരുന്നു എന്ന് പറയാം. ലക്ഷ്മിയുടെ സാന്നിധ്യം, ലക്ഷ്മിയുടെ അനുഗ്രഹം ആ കുട്ടിയിൽ, ആ ചെയ്യുന്ന വ്യക്തിയിൽ വരുന്നു. അപ്പൊ കുടുംബത്തെ സ്ത്രീകളൊക്കെ പണ്ടൊക്കെ ദശപുഷ്പം ചൂടാത്ത ഒറ്റ സ്ത്രീകൾ പോലും ഉണ്ടാവാറില്ല. ഈ ദശപുഷ്പം ചൂടുമ്പോൾ ആ ലക്ഷ്മിയുടെ അനുഗ്രഹം കുടുംബനാഥയ്ക്ക് കിട്ടുമ്പോൾ, ആ ലക്ഷ്മിയെ ബഹുമാനിക്കുമ്പോൾ, ആ വീട്ടിലെ സ്ത്രീ തന്നെ ലക്ഷ്മിയായി മാറുമ്പോൾ അവരുടെ കുടുംബത്തും അവരുടെ മക്കൾക്കും അവരുടെ ആശ്രയിച്ച് നിൽക്കുന്ന എല്ലാ സ്ഥലത്തും ആ ലക്ഷ്മിയുടെ പ്രഭാവം ഉൾക്കൊള്ളും എന്നാണ് പറയുന്നത്. ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ നന്മയും ഐശ്വര്യമാണ്, മക്കളുടെ കേമത്താണ്, മക്കളുടെ ഉയർച്ചയാണ്. അപ്പൊ ഭാര്യയ്ക്ക് സന്തോഷം കിട്ടുമ്പം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഉണ്ടാവണം. അപ്പൊ ലക്ഷ്മി ദേവി അവരെ അനുഗ്രഹിക്കും, കുട്ടികളെയും ഭർത്താവിനെയും ഒക്കെ ഒപ്പം അനുഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർക്കിടക മാസത്തിൽ ദശപുഷ്പം ചൂടുക ചെയ്യുന്നത് അതിഗംഭീരമാണ്. ഈ ദശപുഷ്പം കിട്ടിയില്ലെങ്കിലും മുക്കൂറ്റിയും കറുകയും തുളസിപ്പൂ അങ്ങനെ കിട്ടാവുന്ന പൂക്കളല്ല. തുളസിപ്പൂ ഒരിക്കലും ദശപുഷ്പത്തിൽ പെടുന്നതല്ല. കിട്ടാവുന്ന പൂക്കളെല്ലാം കൂടി മുടിയിൽ ഈ 30 ദിവസവും ചൂടുക. അത് ഭഗവതിയുടെ അനുഗ്രഹത്തിനും കാരണം നമ്മുടെ നിയമം അനുസരിച്ച് കുടുംബത്തെ സ്ത്രീകളെ ഏറ്റവും ദേവതയായി സങ്കല്പിക്കണം. കാരണം സ്ത്രീകളെ ഏറ്റവും ബഹുമാനിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, സമാധാനിപ്പിക്കുന്ന കുടുംബങ്ങളാണ് ഏറ്റവും ഐശ്വര്യമാകണമെന്നാണ് നമ്മുടെ സനാതനധർമ്മം നമ്മൾ പഠിപ്പിച്ചത്. സ്ത്രീകൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന വേറൊരു സ്ഥലമില്ല. കാരണം അതാണ് സനാതനധർമ്മം. അതുകൊണ്ട് തന്നെ ആ നമ്മുടെ ഭാര്യയാണേലും അമ്മയാണേലും ആരെയാന്ന് വെച്ചാൽ അവരെ നമ്മൾ ദേവിയായി സങ്കല്പിച്ച് കാണുകയും ചെയ്യുന്ന ഒരാൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയെ ദേവിയെ കാണുന്നില്ല, സ്ത്രീകളെ ദേവികളെ പോലെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഈ അവർക്ക് ലക്ഷ്മിയുടെ അനുഗ്രഹം എത്ര ഉണ്ടാവണോ അതനുസരിച്ചാണ് നമ്മുടെ കുടുംബത്തിന്റെ ഉയർച്ചയും. കാരണം സ്ത്രീകളുടെ സന്തോഷമാണ് കുടുംബത്തിന്റെ കയറ്റം എന്ന് നമ്മൾ പണ്ട് പറയാറുണ്ട്. സ്ത്രീകൾ കരയാതിരുന്ന കുടുംബത്തിൽ കയറ്റം ഉണ്ടാവുമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവരെ ലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടിയ കുടുംബത്തിന് മുഴുവൻ കയറ്റങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ദശപുഷ്പം സ്ത്രീകൾ ചൂടുന്നത് നല്ല നെടുമംഗലത്തിന് നല്ലതാണ്, നല്ല വിവാഹബന്ധം വരാനാണ്, ദാമ്പത്യ ദുരിതങ്ങൾ പോകാൻ നല്ലതാണ്, നല്ല ഐശ്വര്യം ഉണ്ടാവാൻ നല്ലതാണ്, നല്ല ജോലി കിട്ടാൻ നല്ലതാണ്, കുടുംബത്തിൽ സമ്പത്ത് ഉണ്ടാവാൻ നല്ലതാണ്, അവരെ കുട്ടികൾ നന്നാവാൻ നല്ലതാണ്. അപ്പൊ ദശപുഷ്പത്തിൽ കിട്ടാവുന്ന അത്രയെങ്കിലും പറയ്ക്ക് എല്ലാ 30 ദിവസവും ചൂടാമെങ്കിൽ അത് ഗംഭീരമാണ്. അതുപോലെ തന്നെ മുക്കൂറ്റി രാവിലെ അരച്ചിട്ട് ഇങ്ങനെ ചന്ദനം പോലെ ചാലിച്ച് തൊടാമെങ്കിൽ അത്, കാരണം മുക്കൂറ്റി അറിയാം, ഗണപതിക്ക് മുക്കൂറ്റി പുഷ്പാഞ്ജലി, ഗണപതി ഹോമത്തിൽ മുക്കൂറ്റി കൊണ്ട് ഹോമിക്കാറുണ്ട്. മുക്കൂറ്റി അതിവിശിഷ്ടമാണ്. ഗണപതിക്ക് പ്രാധാന്യമാണ്, ദേവിക്ക് പ്രാധാന്യമാണ്. കാരണം അത്രയ്ക്ക് കേമാണ്. അപ്പൊ അതുകൊണ്ട് മുക്കൂറ്റി കൊണ്ട് അരച്ച് തൊടുന്നതും അത് ഗംഭീരമാണ്. ഇത് രണ്ടും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദശപുഷ്പം ചൂടലും സ്ത്രീകളുടെ ഐശ്വര്യത്തിന് വളരെ കേമത്താണ്, കുടുംബത്തിന്റെ ഐശ്വര്യം നല്ലത്. അതുപോലെ തന്നെ എന്നെ ശ്രമിക്കുന്ന എല്ലാ ആൾക്കാരും കർക്കിടക മാസത്തിന് പരമാവധി എല്ലാ ദിവസവും നിങ്ങളുടെ അടുത്തുള്ള ഏതമ്പലമാണോ ഒരമ്പലത്തിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ദർശനം നടത്തുക. ഈ പറയുന്ന 30 ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്നതും കുടുംബത്തിന്റെ ശ്രേയസ്സിന്, കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് നല്ലതാണ്. നാമജപത്തോടൊപ്പം തന്നെയാണ് ദർശനത്തിന്റെ പ്രാധാന്യം. ക്ഷായതേ ഇതി ക്ഷേത്ര, അതായത് നമുക്ക് എന്തൊക്കെയാണോ നാശങ്ങളുള്ള നാശത്തിൽ നിന്ന്, ക്ഷയത്തിൽ നിന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ക്ഷേത്രം. അത് പുണ്യമാസം ചെയ്യുമ്പോൾ പുണ്യപരമായി നിൽക്കുന്ന ഫലമാണ്. കാരണം ഹിന്ദു സനാതന ധർമ്മികൾ ഏറ്റവും കേമായ മാസമാണ് കർക്കിടക മാസം. അതുകൊണ്ട് ഈ പറയുന്ന 30 ദിവസവും, കർക്കിടക മാസം വരുന്ന 30 ദിവസവും എല്ലാ ദിവസവും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ളത്. രാവിലെ വൈകുന്നേരം നിർബന്ധമായി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, അമ്പലത്തിൽ തൊഴുതു പോവുക. അത് ഭഗവതി ആയാലും കുഴപ്പമില്ല, ഭഗവാനായാലും കുഴപ്പമില്ല, മഹാവിഷ്ണു ആയാലും കുഴപ്പമില്ല, അത് ചെയ്തിരിക്കണം. അത് നിർബന്ധമായി ചെയ്തിരിക്കണം. അതുപോലെ നാമജപാദികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നടക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് ഈ 10 ദശപുഷ്പം ചൂടുന്ന സ്ത്രീകൾ ഐശ്വര്യത്തിന്റെ മൂർത്തിഭാവമായി മാറുന്നത്. ആ ഐശ്വര്യം കൊണ്ട് ആ കുടുംബത്തിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുന്നതുകൊണ്ടും ദശപുഷ്പം സ്ത്രീകൾ ചൂടുന്നത് അതിഗംഭീരാണ്, അതികേമാണ്, അത് നല്ലതാണ്.
അപ്പം അതുകൊണ്ട് ആ ലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും പരമ്പരയും വളരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമസ്കാരം. ഗോവിന്ദം പുരി.